വലിയ രീതിയിൽ ഇൻട്രഡക്ഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് മാറ്ററിലേക്ക് വരാം. ലോക എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്ത് പോയി കണ്ട്. ഞാനിപ്പം സിനിമയെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് കുറച്ച് പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്നാമത് ഇതിന്റെ സംവിധായകൻ ഡൊമിനിക് അരുൺ, പിന്നെ രണ്ടാമത് ഇതിന്റെ DOP നിമിഷ് രവി. പുള്ളിയുടെ പ്രീവിയസ് വർക്ക്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറുപ്പ്, ലക്കി ഭാസ്കർ, റോഷാർക്ക്, ഇതിൻ്റെയൊക്കെ DOP ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ, അതായത് ആർട്ട് ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈനറുമാണ്. ബംഗ്ലൻ, പ്രൊഡക്ഷൻ ഡിസൈനറുടെ പേര് ബംഗ്ലൻ എന്നാണ്. പിന്നെ ആർട്ട് ഡയറക്ടർ ജിത്തു സെബാസ്റ്റ്യൻ. അതുപോലെ തന്നെ കോസ്റ്റ്യൂമർ മെൽവി ആൻഡ് അർച്ചന. ഈ പേരുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് എടുത്തതാണ്. സത്യം പറഞ്ഞാൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോകും. കാരണം ക്വാളിറ്റി, ഇജാതി ക്വാളിറ്റി വിഷ്വൽസും ഇജാതി ക്വാളിറ്റിയുള്ള പ്രൊഡക്ഷൻ ഡിസൈനറും ആർട്ട് ഡിസൈനറും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ അടുത്തൊന്നും ഒരു മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. സത്യം പറയാലോ, അതാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ വാ ഫാക്ടർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി സ്റ്റോറിയും സംഭവങ്ങളൊക്കെ മാറ്റിക്കളാം, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാം. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു മൊമെന്റിലേക്ക് മാറ്റിവെക്കാം. കാരണം മലയാളം പോലത്തെ ഇൻഡസ്ട്രിയിൽ ഇതുപോലുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബജറ്റ് വെച്ച്, ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ക്രൂവിനെ വെച്ചിട്ട്, ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഓഫ് VFX ടെക്നിക്കൽസ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇജാതി ഒരു സാധനമൊക്കെ പടച്ചു വിടാന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇമാതിരി ടീംസിന്റെ ഒക്കെ കയ്യിൽ നിങ്ങൾക്ക് ഒരു ബജറ്റ് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ഇവിടെ ഒരു എൻഡ് ഗെയിം വരും, നമുക്ക് ഇവിടെ ഒരു ഇൻഫിനിറ്റി വാർ വരും, 100% വരും. ഇത് ബാക്ക് ബോൺ ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ്. അപ്പോൾ ഇതൊരു 6 പാർട്ട് വരുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിഫൈ എന്നുള്ള രീതിയിൽ, ഒരു സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചു പോവാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ ഒക്കെ ഒരു എൻഡിലേക്ക് ഒരു എൻഡ് ഗെയിം പോലുള്ളൊരു കംപ്ലീറ്റ് പാക്കേജ്, അതായത് കംപ്ലീറ്റ് ക്രൂ, കംപ്ലീറ്റ് ക്യാരക്ടേഴ്സ് വരുന്ന ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ബജറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൂവിൻ്റെ ഒക്കെ കയ്യിൽ ബജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എൻഡ് ഗെയിം കിട്ടില്ല പോലെ ഒരു എൻഡ് ഗെയിം നമുക്കിവിടെ കിട്ടും. കാരണം അതാണ് വീട്ടിൽ ഞാൻ എടുത്തു പറയുന്നത് ക്വാളിറ്റിയാണ്. ഈച്ച് ആൻഡ് എവറി എലമെന്റ്, വിഷ്വൽസ്, ആർട്ട്, കോസ്റ്റ്യൂം, പിന്നെ സൗണ്ട് ഡിസൈനിങ്, VFX, ആ സംഭവങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഈച്ച് ആൻഡ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് മോനെ. ചെറിയൊരു എന്താ പറയാ, നമ്മൾ പറയില്ല, ഒരു യൂസ് ചെയ്യുന്ന ഒരു ഇവര് ഫൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് എറിയാൻ ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ, ഇവർ യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ്, അതിലൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഓർഗാനിക് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് നമുക്ക് അത്രയും ഡൗൺ ടു എർത്ത്, അത്രയും റോ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഈ സിനിമയുടെ ടീസർ മാത്രമേ കണ്ടിട്ടുള്ളൂ, ട്രെയിലർ കണ്ടിട്ടില്ല. എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാനിതൊരു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു ബാർ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ചിരുന്ന ഒരു ബാർ കുറച്ച് ഹൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പടി താഴെയായിട്ട് തോന്നി. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ മക്കളെ വേറെ ലെവൽ സാധനമായിരിക്കും. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള, സ്റ്റോറിയിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള റൈറ്റിംഗ് സ്കില്ലിൽ ഞാൻ 100% എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സാധനമുണ്ട് മക്കളെ. നമുക്കിവിടെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആദ്യം ഒരു എക്സ്പ്ലോർ ചെയ്ത്, അതാണ് അതിന് 100% മാർക്ക് ഞാൻ കൊടുക്കും. 100 ഔട്ട് ഓഫ് 100 ഞാൻ മാർക്ക് കൊടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കിവിടെ ഒരു ഏരിയ ഉണ്ട്, നമ്മൾ അൺഎക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ഉണ്ട്. നമ്മളുടെ മിത്തോളജി, നമ്മളുടെ ഐതിഹ്യങ്ങൾ, നമ്മളുടെ ആ ഒരു ഫോക്കിലോർ, അത് ആ ഒരു എക്സ്ട്രീം ലെവലിൽ എക്സ്പ്ലോർ ചെയ്യുന്നതല്ല, പക്ഷെ അവിടത്തേക്കാണ് ഇതിൻ്റെ ഒരു റൂട്ട് കഥ പോകുന്നത്. അതായത് ഇതിൻ്റെ ഉദ്ഭവം എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ്, അത് നമ്മൾ ഈ കഥ പോകുന്ന സമയത്ത് വരുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിലേക്കാണ്. ഫോക്ലോർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ മിത്തോളജി. ഞാൻ പറയുന്നത് നമുക്കൊരു മിത്തോളജി ഉണ്ട്. ഞാൻ പറയുന്നത് രാമായണ മഹാഭാരതം പോലെ നമ്മുടെ ഹോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ മലയാളികൾക്കുള്ളിൽ റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് വിശ്വാസങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ വഴി കാണുന്നത്. അതിലും ഒരു കിടിലം പോലത്തെ ഒരു സംഭവമാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമ നമ്മളിനി സീൻ ബൈ സീൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ റിവ്യൂ ആയിട്ട് ഞാൻ പറയേണ്ടി വരും. അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല. അങ്ങനെ ഒരു ലോങ് റിവ്യൂ ആയിട്ട് ഞാൻ പറയുന്നില്ല. കാരണം സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണുക. എപ്പോഴും സിനിമ നമുക്ക് തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റോറിക്ക് അത് അപ്പുറത്തേക്ക് നമ്മൾ കാണുന്ന നായികമാരുടെയൊക്കെ അപ്പുറത്തേക്ക് അത് തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഈ സിനിമ തരും.
എന്ന് വെച്ചാൽ അതൊരു ഹൈ ലെവൽ ഒക്ടൈൻ ആക്ഷൻ സീക്വൻസ്. നമ്മളൊരു മാർവൽ സിനിമ, DC സിനിമയൊക്കെ പോലെ സൂപ്പർ ഹീറോ സിനിമ പ്രതീക്ഷിച്ച് പോകണം എന്നല്ല പറയുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മക്കളെ, വി ആർ വേസ്റ്റിംഗ് അവർ പൊട്ടൻഷ്യൽ. നമ്മളെ തന്നെ താഴ്ത്തി കെട്ടുകയാണ് സത്യം പറഞ്ഞാൽ. ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് ആവറേജ് ആയിട്ട് ഒരു ഫസ്റ്റ് ഹാഫാണ്. ഓക്കെ, കല്യാണിയുടെ മോനെ ഇജാദ് ബ്യൂട്ടി ഫ്രെയിംസ്, പുള്ളിക്കാരത്തിനെ കൊണ്ട് ആ ലെവലിൽ ബ്യൂട്ടി ഫ്രെയിംസ് ആണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി. നെസ്ലന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള പുള്ളിനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വലിയ സംഭവമൊന്നും പുള്ളിക്ക് ചെയ്യാനില്ല. പക്ഷെ കല്യാണി വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞത് ആക്ടിങ്ങിന്റെ സംഭവമായിട്ടൊന്നുമല്ല, പക്ഷെ ആ ഒരു ഗ്രേസ് ആയാലും ആ ഒരു മെയ് വഴക്കം, ആക്ഷനൊക്കെ ചെയ്യുന്ന സമയത്തുള്ള ഒരു മെയ് വഴക്കം, ആ ഒരു ക്യാരക്ടർ എന്താണോ അത് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ നമുക്ക് ആ ഒരു ക്രിഞ്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരു എക്സ്പ്രഷൻസും നമുക്ക് ഒരു സ്ഥലത്ത് തരുന്നില്ല. ഞാൻ പറഞ്ഞത് വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് പോകും വേണ്ട. ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത്, എക്സ്പെക്ടേഷൻസ് ഒരു ലെവലിൽ വെച്ചിട്ട് പോവുക. ട്രെയിലറൊക്കെ കാണാതെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കിടുവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറയുന്നത് സത്യമായിട്ട് പറയുന്നത്. കാരണം അത് ആ ഒരു വേൾഡിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചുരണ്ടാതിരിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് കൂടുതലായിട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. പിന്നെ BGM ഞാൻ പറഞ്ഞതുപോലെ തന്നെ BGM വേറെ ലെവൽ സാധനം. ഇന്റർവെല്ലിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ചേഞ്ച് ഉണ്ട്, ടൈം ലൈൻ ചേഞ്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന സമയത്ത് ഒരു എലവേറ്റിംഗ് സാധനമൊക്കെ കിട്ടലും പോലെ ജെക്സ് ബിഷോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്യാമയോസ് ഉണ്ട്, പ്രതീക്ഷിക്കാത്ത ക്യാമയോസും ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. അതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അത്ര. അതിൻ്റെയൊക്കെ ടീസർ നമുക്ക് തന്നിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു വേൾഡിലേക്കുള്ള ഒരു ബിൽഡിങ് ഇവിടെ കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മൊമെന്റം പിടിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇവർ തുടക്കം തൊട്ട് അവസാനം വരെ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ എടുത്ത് പറയേണ്ട ഒരാള് സാൻഡി മാസ്റ്റർ ആണ്. പുള്ളിക്കാരൻ നമുക്കറിയാലോ, ലിയോയില് വില്ലൻ. പുള്ളി പ്രൊഫഷണലി ഒരു ഡാൻസ് കൊറിയോഗ്രാഫറാണ്, ഇതിലൊരു പക്ക വില്ലനാണ്. പക്ഷെ അത് അത്ര വലിയ സംഭവമായിട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷെ പുള്ളി വരുന്ന സമയത്തൊക്കെ കിട്ടിലം പോലെ സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആണ് ഈ സിനിമയുടെ കുറച്ചുകൂടി ഗ്രാഫ് കയറ്റുന്നത് സാധനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആക്ഷൻ വരുന്നതും കുറച്ചുകൂടി ആ ഒരു ലെയേഴ്സ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഡെപ്തിലേക്ക് പോകുന്നതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു പ്ലെയിൻ ഒരു ബിൽഡിംഗ് മാത്രമാണ്, ഒരു വേൾഡ് ബിൽഡിംഗ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് സ്ലോ പേസ്ഡ് ആണ്. നെസ്ലാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കല്യാണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി പോകുന്നതനുസരിച്ച് അത് വലുതായി വരും. അതാണ് ആ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് നല്ലൊരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ സിനിമ പോസിറ്റീവ് റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല, സത്യം പറഞ്ഞ സിനിമ റിവ്യൂ ഞാൻ പറഞ്ഞില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞ സീൻ ബൈ സീൻ നമുക്ക് എടുത്ത് വെച്ച് പറയാനുണ്ട്. പക്ഷെ അത് ഒരു സ്പോയിലർ റിവ്യൂ ആയിട്ട് വേണ്ടിക്ക് സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ ഹീറോ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ വേണ്ടിക്ക് ചെയ്തുതരാം. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മിന്നൽ മുരളിക്ക് ശേഷം സത്യം പറഞ്ഞാൽ വേറൊരു സൂപ്പർ ഹീറോയിൻ ഇവിടെ സത്യം പറഞ്ഞാൽ കിട്ടിലും പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു വുമൺ സെൻട്രിക് മൂവിയാണ്. നമ്മൾ അതും സത്യം പറഞ്ഞ ഒരു എടുത്തു വരേണ്ട ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ ബാക്കിയുള്ള സമയത്തൊക്കെ പറയുന്ന പോലെ അല്ലേ, അതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വരുവടെ വുമൺ സെൻട്രിക് മൂവീസ് വരും, വുമൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വുമൻസ് ഹീറോയിൻസ് ആവുന്ന സിനിമകൾ വരും. ഇതല്ലേ പ്രൂഫാണിത്, 100% പ്രൂഫാണ്. പോയിട്ട് കാണുക, ഒരു ഹീറോയിനെ എങ്ങനെ ബിൽഡ് ചെയ്യണം, അത് വെച്ചിട്ട് ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു പടം. എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണാമെന്ന് ഞാൻ പറയും. കാരണം ഇതൊക്കെ വിജയിക്കണം. ഇത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുമ്പോഴേ ആ ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടെറിട്ടറീസിലൊക്കെ നമ്മളുടെ മോളിവുഡ് കടന്ന് ചെല്ലുകയുള്ളൂ എന്നുള്ളതാണ് സത്യം, വാസ്തവം, ട്രൂത്ത്, ഫാക്ട്.